ടുഡേയ്സ് ടോപ്പിക്കിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മതം. എന്താണ് മതം എന്നതിനെ കുറിച്ച് എൻ്റെ അറിവുകളാണ്. ഇന്ന് ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. മുൻനിരയിൽ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന മതങ്ങളുമുണ്ട്. ആ മതത്തിന്റെ വിവിധ ശാഖകളുമുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ വിവിധ ജാതികളുമുണ്ട്. ഇന്ന് നമ്മൾ ആ മതത്തെ നമുക്ക് ഇങ്ങനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്താൽ ബഹുദൈവ ആരാധനയുള്ള മതങ്ങളുണ്ട്. അതോടൊപ്പം ഏകദൈവവും ആ ദൈവത്തിന്റെ പ്രബോധകനെയും ആ മതത്തെ കുറിച്ച് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്ന യുഗപുരുഷന്മാരോ അല്ലെങ്കിൽ പണ്ഡിതന്മാരെയോ ആരാധിക്കുന്ന മതവുമുണ്ട്. അതോടൊപ്പം ഏക ദൈവ വിശ്വാസം അതിൽ ഊന്നിക്കൊണ്ട് ഉള്ള മതവുമുണ്ട്. ഓരോ മതത്തിനും അതിൻ്റെതായ ചിട്ടകളും വിശ്വാസങ്ങളും. എന്താണ് മതം? ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വിശ്വാസവും അതിൽ ഊന്നിക്കൊണ്ടുള്ള കർമ്മങ്ങളും ആചാരങ്ങളുമാണ് ഒരു മതം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസവും ആ ദൈവത്തിലേക്കുള്ള അല്ലെങ്കിൽ നമ്മൾ ജീവിക്കേണ്ട കർമ്മങ്ങളും ആചാരങ്ങളും ചെയ്യുമ്പോഴാണ് ഒരു മതവിശ്വാസി എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യപടി വിശ്വാസം എന്നുള്ളത് തന്നെയാണ്. ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ ചട്ടക്കൂടുകളുണ്ട്, പ്രമാണങ്ങളുണ്ട്, വിശ്വാസ രീതികളുണ്ട്, ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങൾ വിശ്വാസപരമായിട്ടുള്ള വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആചാരങ്ങളിലൂടെ ജീവിക്കുമ്പോഴാണ് അത് ആ ഒരു മതവിശ്വാസി എന്ന് പറയുന്നത്. ഓരോ മതത്തിനും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. മറ്റുള്ള മതത്തെ വെച്ച് നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളാണ് ചിലപ്പോൾ മറ്റുള്ള മതങ്ങൾക്കുണ്ടാകുന്നത്. എന്താണ് മതത്തിന്റെ അല്ലെങ്കിൽ മതം ഊന്നൽ നൽകുന്നത്? ഈ ലോകത്തെ ജീവിതവും മരണാനന്തര ജീവിതവും ആ മരണാനന്തര ജീവിതത്തിലുള്ള മോക്ഷവും സ്വർഗം ലഭിക്കുക അല്ലെങ്കിൽ മരണാനന്തര ജീവിതം സുഖകരമാക്കാനുള്ള വിശ്വാസത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് മതം എന്ന് പറയുന്നതും മതം ഊന്നൽ നൽകുന്നതും. മതം ഇന്നുള്ള മതങ്ങളെല്ലാം തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക, സഹവർത്തിക്കുക എന്നുള്ളതാണ് അടിസ്ഥാന തത്വം അല്ലെങ്കിൽ കർമ്മവും പ്രവർത്തനവും. സത്യാധിഷ്ഠിതമായ ജീവിതം കാഴ്ചവെക്കുക, സാമൂഹികമായി പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യൻ നിയമത്തിന് എതിരെ ഇല്ലാത്ത മതകർമ്മങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ മതത്തിന്റെ വിശ്വാസത്തിലും കർമ്മത്തിലും ഊന്നി ജീവിക്കുമ്പോഴാണ് ആ മതവിശ്വാസി എന്ന് പറയപ്പെടുന്നത്. അതിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ ആ ഒരു നാമം കൊണ്ട് മാത്രം ആ ഒരു മതവിശ്വാസി എന്ന് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് മത സൗഹാർദ്ദങ്ങളുണ്ട്, മാനുഷിക സൗഹാർദ്ദങ്ങളുണ്ട്. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മറ്റുള്ള മതസ്ഥരെ കൂട്ടുപിടിക്കുകയും മറ്റുള്ള മതത്തിന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുകയും അതോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുക, സാമൂഹിക ഒരു പ്രതിബദ്ധതനാണ് എന്ന് കാണിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മതത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ മാനുഷിക സൗഹാർദ്ദത്തെ പറ്റി പറയുമ്പോൾ അത് മതത്തിൽ ഊന്നി തന്നെയാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നമ്മൾ മാനസിക
മത സൗഹാർദ്ദം പറഞ്ഞു. ഇനി അടുത്തത് മാനുഷിക സൗഹാർദ്ദം. എന്താണ് മാനുഷിക സൗഹാർദ്ദം? മതത്തിൽ ഊന്നിക്കൊണ്ട് മത കർമ്മങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളിൽ അതേ പ്രവർത്തനം നടത്തിക്കൊണ്ട് തന്നെ മറ്റുള്ള മതസ്ഥരെയും മനുഷ്യരെയും സ്നേഹിക്കുകയും ക്ഷേമത്തിലും സത്യസന്ധമായി ജീവിക്കുകയും ചെയ്യുന്നതാണ് മാനുഷിക സൗഹൃദം എന്ന് പറയുന്നത്. ഓരോ മതത്തിനും അതിൻ്റെതായ കർമ്മങ്ങളുണ്ട്, ചിട്ടകളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. ആ മതത്തിൽ ഊന്നിക്കൊണ്ടാണ് ജീവിക്കേണ്ടത്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ മാനുഷിക മൂല്യങ്ങളും ക്ഷേമവും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഓരോ മതത്തിൻ്റെ കർമ്മ, ശാസ്ത്ര, വിശ്വാസ ശാസ്ത്രങ്ങൾ തികച്ചും ആ മതത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളത് തന്നെയാണ്. ഇന്ന് നമ്മൾ മത സൗഹാർദ്ദത്തെയാണ് കൂടുതലായിട്ട് ഊന്നൽ നൽകി പറയുന്നത്. ഇത് സാമൂഹികമായ ഒരു പ്രതിബദ്ധത സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ്. ഏതൊരു മതത്തിൻ്റെയും അതിൻ്റെ ആചാരത്തിൽ നിന്നും വിഭിന്നമായി അത് പ്രവർത്തിക്കുമ്പോൾ അത് ആ മതമാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് അല്ലെങ്കിൽ ചില ചർച്ചകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇതുവരെ എൻ്റെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുമായുള്ള സംഭാഷണത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എനിക്ക് രേഖപ്പെടുത്തി കമൻ്റായും മറ്റും രേഖപ്പെടുത്തുക. ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും താങ്ക് യു. അതോടൊപ്പം കൂടുതൽ വിഷയങ്ങളിലേക്ക്, സമകാലിക വിഷയങ്ങളിലേക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.